ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഒരു കുട്ടി യാത്രയാണ് കേട്ടോ. നമ്മുടെ യാത്ര തുടങ്ങുന്നത് കുമളിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുന്നത് തന്നെ ഒരു നല്ല ക്ലൈമറ്റോടു കൂടി തന്നെയാണ്. നല്ല മഴയും മഞ്ഞും തണുപ്പും അടിപൊളി ക്ലൈമറ്റായിരുന്നു. നമ്മൾ വാഗമണ്ണ് വഴി നമ്മുടെ വീട്ടിൽ നിന്ന് വാഗമണ്ണ് വഴി കുമളി, പിന്നെ കുട്ടിക്കാനം, അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. എങ്ങോട്ടാണെന്നല്ലേ അത് ഞാൻ എന്തായാലും വരുന്ന വഴിക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം നമ്മളിങ്ങനെ നല്ല മഞ്ഞും കാറ്റും ഒക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. കണ്ടോ, നല്ല മഴയാണ്. അപ്പോൾ പോയി നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട് ബോർഡറിലേക്ക് കയറിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കഥയുടെ തുടക്കം. നമ്മളപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ ഇല്ലയോ? നമ്മൾ പോകുന്നത് മധുരയ്ക്ക് പോകാമടി. അതെ, നമ്മൾ മധുരയ്ക്ക് പോവുകയാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ നിന്ന് തുടങ്ങിയ ഒരു യാത്ര, ഒരു പ്ലാനിങ് ആയിരുന്നു ഇത്. ജസ്റ്റ് ഒന്ന് പോകാം, നമുക്ക് നല്ല ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ യാത്ര തുടങ്ങിയതാണ് ഗൈസ്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. ഞങ്ങളങ്ങനെ അവിടെ പോയി ആ ഒരു കൾച്ചറും അവരുടെ രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും നമ്മൾ ഈ ഹിൽ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വേറെ അങ്ങോട്ടൊക്കെയല്ലേ നമ്മൾ പോകുന്നത്. ഈ ഒരു സൈഡിലേക്ക് നമുക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഞങ്ങൾ മുന്നേ ഫാമിലിയായിട്ടൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ മധുരയിലെത്തിയിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ നമ്മൾ രാത്രി എന്നിട്ട് റൂമിൽ വന്നു, ചെക്ക് ഇൻ ചെയ്തു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും കഴിക്കാനൊക്കെ ആയിട്ട് രാത്രി ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ക്ലൈമറ്റ്, ഇവിടെ മഴയൊന്നുമില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ച് എന്തൊക്കെയൊക്കെ കഴിച്ച് അന്ന് രാത്രി നല്ല ക്ഷീണമായിരുന്നു. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ നമ്മൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമല്ലേ. അപ്പം നമ്മൾ അവിടെ പോയപ്പോൾ ഒരു വൻ ക്യൂ. അങ്ങനെ അവിടെ കയറി അതൊക്കെ കണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, നല്ല പൂരിയും വടയും അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരുമലൈ നായ്ക്കർ കോവിൽ പാലസ് അതിലേക്കാണ് വന്നത്. അവിടെ നിന്ന് ചെറിയൊരു ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ അവിടെയും വന്നു ഗൈസ്. അപ്പോൾ നല്ലൊരു സെറ്റപ്പ് സ്ഥലം. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ കണ്ടു, ചുറ്റിക്കറങ്ങി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയത് വേറൊരു അവിടെ തന്നെയുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാണ്. നമ്മൾക്കിവിടെ കാര്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ അമ്പലം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ കൂടുതലുള്ളത്. അപ്പോൾ അവിടെ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാര്യം. പിന്നെ ഒരു ഹിൽ ടോപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോകണമെങ്കിൽ പിന്നെയും കിലോമീറ്റേഴ്സ് ഇങ്ങനെ പോകണം. അതുകൊണ്ട് നമുക്ക് ടൈമില്ലാത്ത, നമുക്ക് വീട്ടിൽ തിരിച്ചെത്തണമല്ലോ. പിറ്റേ ദിവസം നമുക്ക് വർക്കുണ്ട്, കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരാനുള്ളതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ 2 ദിവസം അവധി അടുപ്പിച്ച് കിട്ടിയപ്പോൾ അങ്ങനെ വന്നതേ ഉള്ളൂ. പിന്നെ എവിടെയാണ് പോയത്? ഇതാണ് ആ ഒരു കോവിൽ. ആ കോവിലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ചുറ്റും കുളമായിട്ട് അതിന് സെൻറ്ററിലായിട്ടൊരു കോവിൽ, മീൻസ് ടെമ്പിൾ. അപ്പോൾ നമ്മൾ അവിടെ നിന്നു, കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്നും എടുത്തു. പിന്നെ നേരെ തിരിച്ച് പോവുകയാണ്. അപ്പം ആ ഒരു വഴിയൊക്കെ നല്ല സൂപ്പറാണ്. ഞാൻ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നല്ല വെയിലുണ്ടായിരുന്നു, അവിടെ നല്ല വെയിലാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചാണ് പോകുന്നത്. ഈ വെയിൽ നമ്മൾ കൊള്ളാൻ വേണ്ടി ആഗ്രഹിച്ചാണ് വന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഫുള്ള് മഴയാണ്. അതുകൊണ്ട് നമ്മൾ ഈ വെയിൽ കൊള്ളാൻ വേണ്ടി ആഗ്രഹിച്ച് വന്നതാണ് ഗൈസ്. കുറേ ദിവസമായിട്ട് വെള്ളമൊക്കെ എവിടേക്കോ പൊങ്ങി എന്നൊക്കെ പറയുന്ന കേട്ടു. അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് അടുക്കും തോറും നമുക്കറിയാം അവിടെ എത്തുമ്പം നല്ല മഴയായിരിക്കും, നല്ല ഇടിമിന്നൽ, കാറ്റും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മളത് പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്. മാക്സിമം നമ്മളവിടെ എൻജോയ് ചെയ്തു. നല്ലൊരു സ്ഥലമായിരുന്നു. അത്യാവശ്യം നല്ല നീറ്റായിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രതീക്ഷിച്ച അത്രയും ഞാൻ കുറച്ച് നാൾ മുന്നേ പോയതാണ്. പക്ഷേ എനിക്കത്ര അന്ന് ഭയങ്കര രാത്രിയിലാണ് ഞാനന്ന് ആ ഒരു അമ്പലത്തിലേക്കൊക്കെ പോയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്രൗഡഡ്, ഭയങ്കര ഒരു നീറ്റ്നെസ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നി. ഇപ്പോൾ ഭയങ്കര വേറെന്തോ ഒരു രീതിയിലായി, നല്ല രസമായി. അങ്ങനെ നമ്മളവിടെ കുറച്ച് വഴിയിലിങ്ങനെ വന്നപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടു. അവിടെ നമ്മൾ മുഖമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ്, ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് എത്തണം. എന്തോ ഒരു 5 hours ട്രാവലേ ഉള്ളൂ നമ്മുടെ അവിടെ. നമ്മൾ പിന്നെ നിർത്തി എത്തിയപ്പോഴത്തേക്കും വീട്ടിലെത്തിയപ്പം രാത്രിയായി, 7 മണിയായി. അങ്ങനെ നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് കേട്ടോ
ഒരു 1 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചത്. അപ്പോൾ നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പം എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കുറച്ച് വീഡിയോസ് ക്ലിപ്പിങ്സിന് മാത്രമേ ഞാൻ ഇതിലെടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന വഴി കോട്ടൊക്കെ ഇട്ടു നമ്മുടെ കേരളത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.